ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിന്റെ മൂന്നാമത്തെ പാഠമായ നത്തിങ് ട്വൈസ് എന്ന പോയത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു പോയത്തിന്റെ താഴെയായിട്ട് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാം. ഇവിടെ 9 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 9 ചോദ്യങ്ങളുടെ ഉത്തരം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? അപ്പൊ നത്തിങ് ട്വൈസ് എന്നാണ് പോയത്തിന്റെ പേര്. അതിലെ ഒരു വരിയാണ് നത്തിങ് ക്യാൻ നെവർ ഹാപ്പൻ ട്വൈസ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്, ഈ വരിയുടെ പ്രാധാന്യം എന്താണ്? ദിസ് ലൈൻ മീൻസ് ദാറ്റ് എവറി മൊമെന്റ് ഈസ് സ്പെഷ്യൽ ആൻഡ് ക്യാൻ ഹാപ്പൻ എക്സാക്ട്ലി ദ സെയിം വേ അഗെയിൻ. അതായത് ഓരോ നിമിഷവും പ്രത്യേകതയുള്ളതാണ്. ഒരു കാര്യവും അതുപോലെ വീണ്ടും ആവർത്തിച്ച് നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. വാട്ട് ഡസ് ദ വേർഡ് കോഴ്സ് റെഫർ ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? രണ്ടാമത്തെ സ്റ്റാൻസയിലെ കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ വേർഡ് കോഴ്സ് റെഫേഴ്സ് ടു ലൈഫ് ഇറ്റ് സെൽഫ്. ലൈഫിനെയാണ് ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവിതമാണ് ഇവിടുത്തെ കോഴ്സ്. ഈ കോഴ്സിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ കവിതയിൽ പറയുന്നുണ്ട്. വിച്ച് വി ഗോ ത്രൂ വിതൗട്ട് എനി പ്രാക്ടീസ് ഓർ റെപ്പറ്റീഷൻ. അപ്പൊ ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രത്യേക മുൻകാല പരിചയമൊന്നും ഇല്ലാതെ, അതുപോലെ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ലൈഫ് ആകുന്ന ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ വേർഡ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്? അപ്പൊ ഈ ഒരു കവിതയിൽ പറയുന്നുണ്ട് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദ പോയറ്റ് മീൻസ് ദാറ്റ് വി ഓൺലി ഗെറ്റ് വൺ ചാൻസ് അറ്റ് ലൈഫ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ്. നമുക്ക് ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. ഈച്ച് മൊമെന്റ് ഈസ് എ വൺ ടൈം എക്സ്പീരിയൻസ്. ഓരോ നിമിഷവും ഒരു തവണ മാത്രമുള്ള എക്സ്പീരിയൻസ് ആണ് ലൈഫിലുള്ളത്. ഹൗ ഡസ് ദ പോയം റിവീൽ ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ? ഓരോ ദിവസത്തിന്റെയും പ്രത്യേകത അത് എങ്ങനെയാണ് ഈ കവിതയിൽ പറയുന്നത്? ദ പോയം ഷോസ് ദാറ്റ് ഈച്ച് ഡേ ഈസ് ഡിഫറെന്റ് ബൈ സെയിങ് നോ ഡേ ഈസ് ദ സെയിം ആസ് യെസ്റ്റർഡേ. ഒരു ദിവസവും കഴിഞ്ഞു പോയ ദിവസത്തിന്റെ ഒരു കോപ്പി അല്ല, അല്ലെങ്കിൽ അതുപോലെ ആകുന്നില്ല. ആൻഡ് ഈച്ച് നൈറ്റ് ബ്രിങ്സ് ന്യൂ എക്സ്പീരിയൻസ്. ഓരോ പകലും ഓരോ രാത്രിയും എല്ലാം ഓരോന്നും വ്യത്യസ്തമാണ്, ഒന്നും ഒന്നിന്റെ പകർപ്പ് ആകുന്നില്ല. When does the poet feel that a rose has been flung into the room? അപ്പൊ ഇതിൽ പറയുന്നുണ്ട് എന്തോ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഒരു റൂമിലേക്ക് ഒരു റോസാപ്പൂ എറിഞ്ഞ പോലെയുള്ള ഒരു ഫീലിംഗ്, ഒരു സന്തോഷം ഒക്കെ ഉണ്ടാകുന്നുണ്ട് പറഞ്ഞു. അത് എന്ത് സംഭവിക്കുമ്പോഴാണ്? The poet feels this way when someone unexpectedly mentions the name of someone special. അപ്പൊ ആരെങ്കിലും വിചാരിക്കാതെ പ്രിയപ്പെട്ട ഒരാളുടെ പേര് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ബ്രിങ്ങിങ് എ സഡൻ റഷ് ഓഫ് ഹാപ്പി ഫീലിംഗ്സ്. പെട്ടെന്ന് ഒരു സന്തോഷം, നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു. ഇനി ആറാമത്തെ ചോദ്യം, വൈ ക്യാൻ ദ പോയറ്റ് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്? അപ്പൊ പോയറ്റ് പറയുന്നുണ്ട് എനിക്ക് ക്ലോക്കിൽ നോക്കാതിരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കണമെന്ന് തോന്നുന്നു. അപ്പോ എന്തുകൊണ്ടാണ് അവർക്ക് ക്ലോക്കിൽ നോക്കാതിരിക്കാൻ പറ്റാത്തത്? ദ പോയറ്റ് ലുക്സ് അറ്റ് ദ ക്ലോക്ക് ബിക്കോസ് ഈവൻ വെൻ വിത്ത് എ ലവ്ഡ് വൺ ടൈം കീപ്സ് മൂവിങ്. അപ്പൊ ആരുടെ കൂടെയാണെങ്കിലും, നമുക്ക് ദേഷ്യമുള്ള ആളുകളാണെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിലും, ആരുടെ കൂടെയാണെങ്കിലും, ഏത് വ്യക്തിയുടെ കൂടെയാണെങ്കിലും സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ടൈം കീപ്സ് മൂവിങ് റിമൈൻഡിങ് ദം ഓഫ് ഹൗ ക്വിക്ലി മൊമെന്റ്സ് പാസ്. എത്ര വേഗമാണ് ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ക്ലോക്ക്. Why does the poet ask us not to treat the fleeting day with fear and sorrow? അപ്പൊ പോയറ്റ് പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു ഈ ദിവസം എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്ലീറ്റിംഗ് ഡേ ആണ്. അപ്പൊ അതിനെ എന്തുകൊണ്ട് നമ്മൾ അതിനെ പേടിക്കുകയോ ഭയക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The poet asks us not to be afraid or sad about time passing because it is natural for today to become tomorrow. കാരണം അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. സമയം എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്നത്തോടെ കഴിഞ്ഞു, നാളെ പുതിയൊരു ദിവസമാണ്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വി ഷുഡ് എൻജോയ് ദ പ്രസന്റ്. ഇപ്പോഴുള്ള ഈ ഒരു നിമിഷം, അതാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. വാട്ട് ഡസ് ദ ലൈൻ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ ടെൽ us about the nature of time? സമയത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഈ വരി നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ദിസ് ലൈൻ ടെൽസ് us that time moves fast and today's moments will be gone by tomorrow. അപ്പൊ ഇന്നത്തെ നിമിഷങ്ങൾ നാളെ ഉണ്ടാവില്ല, നാളെ
അത് വേറൊരു ദിവസമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് റിമെയിൻസ് അസ് ടു അപ്രീഷിയേറ്റ് ടുഡേ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇപ്പോഴുള്ള സമയത്തെ, ഇപ്പോ ഉള്ള ഈ ഒരു വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഹൗ ഡസ് ദ പോയിന്റ് എസ്റ്റാബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ? ഓരോ വ്യക്തിയും അതുല്യരാണ്, ഒരാളെ പോലെ വേറൊരാള് ഇല്ല, ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്? ദ പോയറ്റ് സേസ് ദാറ്റ് ലൈക്ക് 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ. അപ്പൊ 2 തുള്ളി വെള്ളത്തോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. രണ്ടും വേറെ വേറെയാണ്, രണ്ടിനും പൊതുവായ കുറെ ഗുണങ്ങളുണ്ട്, പക്ഷെ രണ്ടും വേറെ വേറെയാണ്. വി മൈറ്റ് സീം സിമിലർ, നമ്മളൊക്കെ ഒരേപോലെ ഇരിക്കും, ബട്ട് ഈച്ച് പേഴ്സൺ ഈസ് യൂണിക്. പക്ഷെ ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. വിത്ത് ദെയർ ഓൺ എക്സ്പീരിയൻസ്, അവരവരുടെ അനുഭവങ്ങൾ കൊണ്ട് അവർ വേറെ വേറെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. ഇനി അടുത്ത ചോദ്യം, 9 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു സെക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഹൗ ഇസ് ടൈം പോർട്രേറ്റ് ഇൻ ദ പോയം എന്ന് പറഞ്ഞിട്ട് ഒരു 6 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഹൗ ഇസ് ടൈം പോർട്രേറ്റ് ഇൻ ദ പോയം? സമയത്തെ എങ്ങനെയാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ടൈം ഈസ് ഷോൺ ആസ് മൂവിങ് ക്വിക്ക്ലി ആൻഡ് നെവർ സ്റ്റോപ്പിംഗ്. ഒരിക്കലും അവസാനിക്കാത്ത വളരെ വേഗത്തിൽ ചലിക്കുന്ന ഒന്നായിട്ടാണ് സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് മൊമെന്റ് ഈസ് സ്പെഷ്യൽ ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഓരോ നിമിഷവും പ്രത്യേകതയുള്ളതാണ്, അത് ആവർത്തിക്കാൻ സാധിക്കുകയില്ല. വാട്ട് ഫീലിംഗ്സ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? യുവർ നെയിം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്സ് എന്താണ്? ഹിയറിംഗ് യുവർ നെയിം മേക്സ് ദ പോയറ്റ് ഫീൽ സഡൻ ജോയ്. പെട്ടെന്നുള്ള ഒരു സന്തോഷം നൽകുന്നു. ലൈക്ക് എ സർപ്രൈസ് ഓഫ് എ ബ്യൂട്ടിഫുൾ റോസ് അപ്പിയറിംഗ് ഇൻ എ റൂം. അല്ല, റൂമിലൊരു റോസാപ്പൂ കണ്ടതുപോലെയുള്ള പെട്ടെന്നുള്ള ഒരു സന്തോഷം, അൺഎക്സ്പെക്ടഡ് ഹാപ്പിനെസ് ആണ്. വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബലൈസ്? ദ ക്ലോക്ക് സിംബലൈസ് ദ പാസിംഗ് ഓഫ് ടൈം ആൻഡ് ഹൗ അവെയർ വി ആർ ഓഫ് ദ മൂവിംഗ് ഓഫ് ഇറ്റ് മൂവിംഗ് ഫോർവേഡ്. അപ്പോൾ സമയം, ക്ലോക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് സമയത്തിന്റെ കടന്നുപോക്കാണ്. അപ്പൊ നമ്മൾ അത് എപ്പോഴും അതിനെപ്പറ്റി നമുക്ക് അവെയർ ആണ്. ഹൗ ഡസ് ദ പോയം വ്യൂ ഹ്യൂമൻ റിലേഷൻസ്? ഹ്യൂമൻ റിലേഷൻസിനെ എങ്ങനെയാണ് കവിത കാണുന്നത്? ദ പോയം വ്യൂസ് ഹ്യൂമൻ റിലേഷൻസ് ആസ് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ വിത്ത് ഈച്ച് കണക്ഷൻ ബീയിങ് വൺ ഓഫ് എ കൈൻഡ്. ഓരോരുത്തരും വ്യത്യസ്തമാണ്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോയം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു തീം? ഈ കവിതയുടെ ടോൺ എന്താണ്? ദ ടോൺ ഈസ് തോട്ട്ഫുൾ ആൻഡ് എ ബിറ്റ് വിസ്ഫുൾ. അപ്പൊ ഈ കവിതയുടെ ടോൺ എന്ന് പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കവിതയാണ്, അതുപോലെ നമ്മളെ ആകർഷിക്കുന്ന ഒരു കവിതയാണ്. ഹെൽപ്പിംഗ് ടു എംഫസൈസ് ഹൗ പ്രഷ്യസ് ആൻഡ് യുണീക് ഈച്ച് മൊമെന്റ് ആൻഡ് പേഴ്സൺ ഇസ്. ഓരോ വ്യക്തിയും ഓരോ നിമിഷവും സ്പെഷ്യലാണ്, വ്യത്യസ്തമാണ്, വിലപ്പെട്ടതാണ് എന്നൊക്കെയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The poem emphasizes the importance of enjoying every moment in life. Do you agree? Discuss. അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ കവിത ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളത് ഊന്നി പറയുന്നു, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? Yes, I agree. The poem encourages us to live the moment and appreciate every experience, which can help us have a more fulfilling and happy life. Yes, തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു പ്രസന്റിൽ നമ്മൾ ജീവിക്കുക, സന്തോഷിക്കുക. സമയത്തെക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല, സമയം അതിന്റെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നൊക്കെയാണ് ഇവിടെ ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.